അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം അധികാരമേൽക്കാനിരിക്കെ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്നതിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ സമീപകാല ഡാറ്റ സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെടാനും സാധ്യതയുള്ള രേഖകളില്ലാത്ത 1.45 ദശലക്ഷം ആളുകളുടെ ലിസ്റ്റുകളിൽ 18,000 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് എന്നാണ്. മലയാളികൾ ഉൾപ്പെടുന്ന വലിയ ശതമാനം ഇന്ത്യക്കാരുടെ ഇഷ്ട ഇടം തന്നെയാണ് അമേരിക്ക. 2022 കണക്കനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏകദേശം 4.8 ദശലക്ഷം ഇന്ത്യൻ അമേരിക്കക്കാരുണ്ടായിരുന്നു. ഇത് ഏഷ്യൻ അമേരിക്കൻ ജനസംഖ്യയുടെ തന്നെ 20% വരുമെന്നാണ് കണക്ക്. പ്യൂ റിസർച്ച് സെന്റർ പറയുന്നതനുസരിച്ച് 7,25,000-ഓളം വ്യക്തികൾ ഇതുവരെയും അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരാണ്. എന്നാൽ ഇത്തരത്തിൽ രേഖകളില്ലാതെ കഴിയുന്ന കുടിയേറ്റ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് US-ൽ 3-ാം സ്ഥാനമാണുള്ളത്. അതേസമയം മെക്സിക്കോയും എൽ സാൽവഡോറും ആദ്യ 2 സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. ഇതിൽ നിന്നും അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിന്റെ തോത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. ഒക്ടോബർ 22-ന് US ഇന്ത്യൻ സർക്കാരുമായി സഹകരിച്ച് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ രേഖകളില്ലാത്ത ഒരു കൂട്ടം ഇന്ത്യക്കാരെ നാടുകടത്തിയിരുന്നു. അനധികൃത കുടിയേറ്റക്കാരുടെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടി. എന്നാൽ ഇതിനോടാനുപാതികമായി തന്നെ മറുഭാഗത്ത് രേഖകളില്ലാത്ത നിരവധി ഇന്ത്യക്കാർ തങ്ങളുടെ പദവി നിയമവിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലായി US-ലേക്ക് കടക്കാൻ ശ്രമിച്ച 90,000-ഓളം ഇന്ത്യക്കാർ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. നാടുകടത്തൽ നേരിടുന്ന വ്യക്തികളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നതിൽ അതാത് രാജ്യങ്ങളെടുക്കുന്ന കാലതാമസത്തെ വിമർശിച്ച് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇന്ത്യ ഉൾപ്പെടുന്ന മറ്റ് 15 രാജ്യങ്ങളുടെ പ്രവർത്തനത്തെ നിസ്സഹകരണം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇന്റർവ്യൂ, ഡോക്യുമെന്റ് ഇഷ്യൂ, നാടുകടത്തപ്പെട്ടവരെ വാണിജ്യപരമോ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വഴിയോ സ്വീകരിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള നടപടികളിൽ വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് സമയോചിതമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് US ആരോപിക്കുന്നത്. ഇതിൽ ഇന്ത്യ, ഭൂട്ടാൻ, ബർമ, ക്യൂബ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, എറിത്രിയ, എത്യോപ്യ, ഹോങ്കോങ്, ഇറാൻ, ലാവോസ്, പാകിസ്ഥാൻ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, റഷ്യ, സൊമാലിയ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടും. എന്നാൽ ജനുവരി ആദ്യത്തോടെ അമേരിക്കയിലെ അധികാര കസേരയിലേക്ക് വരാൻ പോകുന്ന ട്രംപിന്റെ ഭരണകൂടം അതിർത്തി സുരക്ഷയ്ക്കും നാടുകടത്തലിനും മുൻഗണന നൽകുന്ന നയങ്ങൾ കൂടുതൽ കർക്കശമാക്കുമ്പോൾ രേഖകളില്ലാത്ത ഇന്ത്യക്കാരും അമേരിക്കയിൽ കടുത്ത പ്രതിസന്ധിയിലാകുമെന്നത് തീർച്ചയാണ്. ഇതിനുള്ള സൂചനയായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നടത്തിയ പ്രസ്താവന. ട്രംപിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ജുഡീഷ്യൽ വാച്ചിന്റെ ടോം ഫിറ്റൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കിട്ട ഒരു പോസ്റ്റിൽ ട്രംപ് കൊടുത്ത ട്രൂ അഥവാ സത്യം എന്ന മറുപടി പോസ്റ്റ് വലിയ വാർത്തയായതാണ്. സന്തോഷ വാർത്ത. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം അധിനിവേശത്തെ മറികടക്കാൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരു കൂട്ട നാടുകടത്തൽ നടത്താൻ സൈനിക ആസ്തികൾ ഉപയോഗിക്കും എന്നായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഇതിന് മറുപടിയായി ട്രൂ എന്ന റീപോസ്റ്റിലൂടെ ട്രംപ് അത് ശരിവച്ചുറപ്പിക്കുകയും ചെയ്തു. കൂടാതെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന മാഡിസൺ സ്ക്വയർ ഗാർഡൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയിൽ കീഴടക്കി വച്ചിരിക്കുന്നതായ എല്ലാ നഗരങ്ങളെയും എല്ലാ പട്ടണങ്ങളെയും ഞാൻ രക്ഷിച്ച് രക്തദാഹികളായ കുറ്റവാളികളെ ജയിലിലടയ്ക്കും. എന്നിട്ട് അവരെ എത്രയും വേഗം നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്താക്കും. അമേരിക്കൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുടിയേറ്റ ക്രിമിനൽ ശൃംഖലയെയും തകർക്കാൻ 1798-ലെ ഏലിയൻ എനിമീസ് ആക്ട് പ്രയോഗിക്കും.
They came from all corners, union, non-union, African American, Hispanic American, Asian American, Arab American, Muslim American. We had everybody, and it was beautiful. It was a historic realignment, uniting citizens of all backgrounds around a common core of common sense. You know, we're the party of common sense. We want to have borders. We want to have security. We want to have things be good, safe. We want great education. We want a strong and powerful military, and ideally we don't have to use it. You know, we had no wars. 4 years we had no wars, except we defeated ISIS. We defeated ISIS in record time, but we had no wars. They said, he will start a war. I'm not going to start a war. I'm going to stop wars. But this is also a massive victory for democracy and for freedom.